ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ കുറച്ച് കുക്കമ്പർ ഉണ്ടായിരുന്നു, അതൊന്ന് വിളവെടുത്തു. നല്ല ചൂടല്ലേ, അപ്പോൾ കുറച്ച് ജ്യൂസ് അടിക്കാം എന്ന് കരുതി. കുക്കമ്പർ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. നല്ല ടേസ്റ്റാണ് കുക്കമ്പർ ജ്യൂസ്. അപ്പോൾ ഇല്ലത് വിളവെടുത്തു, പക്ഷേ നല്ല വിളവാണ് ഇപ്പോഴും കിട്ടിയത്. ഓരോ കായ് അരക്കിലോ, ഓരോ കുക്കമ്പർ അരക്കിലോ വീതമുണ്ട്. നല്ല അടിപൊളി കുക്കമ്പറാണ്. കുക്കമ്പറിൻ്റെ വള്ളി ഏകദേശം ഉണങ്ങിപ്പോയി, പക്ഷേ കായ്ച്ചു കൊണ്ടേയിരിക്കും. കാരണം വള്ളിയൊക്കെ പോയി. ഞാൻ അടുത്ത ബാച്ച് കുഴിച്ചിട്ടു, അവിടെ തന്നെ അടുത്ത ബാച്ച് കുഴിച്ചിട്ടു. പക്ഷേ കുക്കമ്പർ കായ്ച്ചു കൊണ്ടേയിരിക്കും. ഓരോ കുക്കമ്പർ അരക്കിലോ വീതമുണ്ട്. നല്ലൊരു വിളവാണ് കുക്കമ്പറിന് എനിക്ക് കിട്ടിയത്. ഈ കുക്കമ്പർ കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ ഞാൻ അടുത്ത ബാച്ച് കുഴിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വള്ളി ഉണങ്ങുന്നതോടുകൂടി അടുത്ത കുക്കമ്പർ തൈ റെഡി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും കുക്കമ്പർ കിട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ കൃഷി ഇങ്ങനെയാണ്. ഒരു ബാച്ച് കഴിഞ്ഞാൽ അടുത്ത ആ ബാച്ച് കഴിയണതിന് മുന്നേ തന്നെ കുഴിച്ചിടും. അപ്പോൾ ഏകദേശം നമുക്ക് പച്ചക്കറി കിട്ടിക്കൊണ്ടേയിരിക്കും. കുക്കമ്പർ ഏത് സാധനമായാലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു ഇടവേള ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാ തൈകളും നട്ടു. നല്ല ക്വാളിറ്റി തൈകൾ വാങ്ങി നല്ല തക്കാളി, വെണ്ട, മുളക്, ക്യാപ്സിക്കോ എല്ലാ തൈകളും ഞാൻ നട്ടു. ഇനി നല്ല ഒരു തൈ വളരുന്നത് വരെ നല്ലവണ്ണം പരിപാലിക്കണം. ഈ 2 നേരം നോക്കി നല്ല പരിപാലിച്ച് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് വിളവ് നല്ലോണം കിട്ടുകയുള്ളൂ. ഇതിൽ തക്കാളി സാധാ തക്കാളിയല്ല, നമ്മൾ ചെറിയ തക്കാളിയാണ് ഇപ്രാവശ്യം ഞാൻ വാങ്ങിയത്. ഒരു യെല്ലോ കളറും ഒരു ഐറ്റവും, പിന്നെ റെഡ് കളറും. നമ്മളെ കൊലയായ മുന്തിയ പോലെ ഉണ്ടാവുന്ന തക്കാളിയാണ് ഇപ്രാവശ്യം ഞാൻ വാങ്ങിയത്. വെണ്ടയ്ക്ക പിന്നെ സാധാ വെണ്ടയ്ക്കയാണ്. നല്ല തൈകൾ, നല്ല ക്വാളിറ്റി തൈകളാണ് വാങ്ങിയത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു ബാച്ച് കൃഷി കഴിയണതിന് മുന്നേ തന്നെ അടുത്ത ബാച്ച് തുടങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് എന്നും വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യാറുള്ളത്. ഇതിനൊക്കെ ഞാൻ വീട്ടിലെ വേസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ എന്തും ഇട്ട് കൊടുക്കില്ല. വീട്ടിലെ വേസ്റ്റ് ചെറിയ കഷ്ണങ്ങൾ ഇതാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിനിട്ട് കൊടുക്കും. കുറച്ച് മണ്ണിട്ട് കൊടുക്കും. വേറെ യാതൊരു വളങ്ങളും ഇതിനിട്ട് കൊടുക്കുകയല്ല. അങ്ങനെയാണ് എൻ്റെ കൃഷി. ഓക്കെ, എന്നാൽ നമസ്കാരം.